ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ചോറിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ നെയ്യ് മാത്രം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും, ഗ്രാമ്പും, ഏലക്കയും, പട്ടയും, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും, ഒരു ചെറിയൊരു കഷ്ണം ജാതിപത്രിയും, ഒരു ബേ ലീവ്സും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാള നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്, കനം കുറച്ചിട്ട്. അതുകൂടെ ഒന്ന് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. 1 ടീസ്പൂൺ മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചേർത്തിട്ട് ഇതിൻ്റെയും കൂടി ആ പച്ചച്ചുവ പോകുവോളം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ ബീൻസാണ്. ഒരു 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ ബീൻസാണ് എടുത്തിട്ടുള്ളത്. അത് കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു മാഗിയുടെ ക്യൂബ് ചേർത്ത് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു 3-4 തണ്ട് പുതിന ഇല കൂടി ഒന്ന് കൈ കൊണ്ടൊന്ന് പിച്ച് കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇറച്ചി മീനൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ചോറിൻ്റെ റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് പൊടികൾ 1/2 ടീസ്പൂൺ ഗരം മസാലയും 3/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് ഇതേപോലെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ചോറിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുള്ളതോ ചൂടില്ലാത്തതോ ആയ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുന്നത് നമ്മൾ ചേർത്തുള്ള പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള തക്കാളിയുടെയും അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ആ ഒരു പച്ചച്ചുവയും പോയി കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് അരി എടുത്തിട്ട് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നതാണ്. വേവിച്ചതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണ്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒരു 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഈ സ്പ്രിംഗ് ഓണിയനൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ ടേസ്റ്റാണ്, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതുമാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുഴഞ്ഞു പോകുമോ അങ്ങനെയൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇത് സ്കൂൾക്ക് കൊടുത്തയക്കാനും നല്ലതാണ്. വേറെ കറികളൊന്നും വേണ്ട. കുട്ടികളെ മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് ടേസ്റ്റിന് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. പിന്നെ ഇത് പ്രത്യേകിച്ച് ഇതിനൊരു കറിയൊന്നും വേണ്ട. വേണമെങ്കിൽ ഒരു പപ്പടം കഴിക്കാം, അല്ലെങ്കിൽ ഒരു തൈര് അത്യാവശ്യമാണെങ്കിൽ മാത്രം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി തയ്യാറാക്കി എടുക്കാവുന്ന ഈ ഒരു ചോറിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം ഒരു വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് കവുത്തി കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.